MotoGP റേസിംഗിലുള്ള അടുത്ത ഒരു ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. MotoGP റൈഡറിന്റെ ഹാൻഡിൽമേലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളേഴ്സിലുള്ള ബട്ടൺ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ? ഇത് ബോൾട്ടേ നട്ട്. ഞാൻ ആൽബിൻ വർഗീസ്. എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. MotoGPയിലുള്ള ഈ ഒരു ബട്ടൺസ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും ഹെഡ്ലൈറ്റിനും ഇൻഡിക്കേറ്ററിനും അല്ലെങ്കിൽ നോർമലായി നമ്മൾ യൂസ് ചെയ്യുന്ന ഹോണിനോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളേഴ്സിൽ ഏകദേശം ഒരു 4-5 ബട്ടൺസ് കൊടുക്കുന്നത്? ഈ ഒരു ബട്ടൺ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എത്രത്തോളം ഇമ്പോർട്ടൻറ്റ്? എത്ര ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു റൈഡർ ആണെങ്കിലും ഈ ഒരു ബട്ടനെ കുറിച്ചോ അല്ലെങ്കിൽ എപ്പോൾ ഈ ഒരു ബട്ടൺ അപ്ലൈ ചെയ്യണം എന്നതിനെ കുറിച്ച് കറക്റ്റായി മനസ്സിലാക്കിയില്ലെങ്കിൽ ആ ഒരു റൈഡറിനെ വിചാരിച്ച പോലെ ട്രാക്കിൽ പെർഫോം ചെയ്യാൻ സാധിക്കില്ല. ക്വാളിഫൈയിലും പ്രാക്ടീസിലും വരുന്ന ഡാറ്റ, ആ ഒരു ഡാറ്റ ചീഫ് മെക്കാനിക് കളക്ട് ചെയ്തതിനു ശേഷം അതിനനുസരിച്ചായിരിക്കും ഓരോ മോട്ടോർ സൈക്കിളും അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബട്ടണും അതിൻ്റെതായിട്ടുള്ള ആവശ്യകതകൾ റേസിനുണ്ട്. റേസ് ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു റൈഡർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ടയർ വെയറിനെ കുറിച്ച്, ബ്രേക്ക് വെയറിനെ കുറിച്ച്, അതുപോലെ തന്നെ ഫ്യൂവൽ മാത്രമല്ല, ഫ്യൂവൽ കുറയുന്നതിനനുസരിച്ച് മോട്ടോർ സൈക്കിളിന്റെ വെയിറ്റും കുറയും. അപ്പോൾ ഈ ഒരു വെയിറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് ബൈക്കിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ബൈക്കിൽ ചെയ്യേണ്ട മാറ്റങ്ങൾ ഈ ഒരു സ്വിച്ച് വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിപ്പോൾ ടയറിലാണെങ്കിലും ബ്രേക്കിലാണെങ്കിലും എല്ലാത്തിനെയും ആസ്പദമാക്കിയിട്ടാണ് ഓരോ ബട്ടൺസും കൊടുത്തിരിക്കുന്നത്. പക്ഷെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ബട്ടൺ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തത് പറയാനായിട്ട് പോകുന്നത്. അപ്പോഴെന്തായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഓരോ റേസ് ഓടിക്കുമ്പോഴും ഇപ്പോൾ 24 ലാപ്പുള്ള ഒരു റേസ് ആണെന്ന് വിചാരിക്കുക. ആ ഒരു റേസിൽ ആദ്യം തുടങ്ങുന്ന പോലെ ആകില്ല അവസാനം വരെ. കാരണം ടയർ തേഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ബ്രേക്ക് തേഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഫ്യൂവൽ കുറയും. അപ്പോൾ ഫ്യൂവൽ കുറയുന്നതനുസരിച്ച് ബൈക്കിന്റെ വെയിറ്റ് കുറയും. പിന്നെ ട്രാക്കിലെ ടെമ്പറേച്ചർ, ടയറിന്റെ ടെമ്പറേച്ചർ, സറൗണ്ടിങ്ങുള്ള വെതർ, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ചിലപ്പോൾ വെറ്റ് ആകാം, ചിലപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ട്രാക്ക് ആകാം. എല്ലാം ഓരോ റേസിനും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. സോ ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള, കാരണം ഇതിനെ കൺട്രോൾ ചെയ്യുക മീൻസ് ഇതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള ബട്ടൺസ് ആണ്. ഒരു റൈഡറിന് ഇതെല്ലാം കാണുന്നതും മനസ്സിലാക്കുന്നതും അവരുടെ ഫ്രണ്ടിലുള്ള ഒരു LCD സ്ക്രീനും അതുപോലെ തന്നെ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ബട്ടൺസും യൂസ് ചെയ്തിട്ടാണ്. റൈഡറിന് മുൻപിലുള്ള ഈ ഒരു സ്ക്രീനിൽ ടെമ്പറേച്ചർ, RPM, ട്രാക്ക് ടെമ്പറേച്ചർ, ബെസ്റ്റ് ലാപ്പ് ടൈമിങ്, പിന്നെ എഞ്ചിൻ മാപ്പിംഗ്, എഞ്ചിൻ ബ്രേക്കിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ട്രാക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതെല്ലാം കാണിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, ചില റൈഡേഴ്സിന്റെ ഹാൻഡിൽ ബാർ കാണുമ്പോൾ മറ്റു ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറിയ ലിവേഴ്സ് ഒക്കെ കാണുന്നുണ്ടാവും. മാറ്റിയ പസീനി എന്ന് പറഞ്ഞിട്ട് ഒരു ഇറ്റാലിയൻ റൈഡർ ഉണ്ട്. അദ്ദേഹത്തിന് റൈറ്റ് ഫുട്ട്, നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്ന ഫുട്ട് അധികം യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റിയർ ബ്രേക്ക് വരുന്നത് കയ്യിലാണ്. കയ്യിലുള്ള ചെറിയ ലെഫ്റ്റ് സൈഡിലുള്ള ചെറിയൊരു ലിവർ യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം റിയർ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റണ്ട് ബൈക്കിലൊക്കെ ഉള്ള പോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ ബ്രംബോന്റെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള, അത്രയും പ്രിസിഷൻ ആയിട്ടുള്ള ബ്രേക്ക് ആയിരിക്കും. കാരണം ഞാൻ ഈ ഒരു ടൈപ്പ് ഓഫ് ബൈക്ക് ഓടിച്ചിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള ഒരു ഹാർലി ഡേവിഡ്സന്റെ ഒരു ഓണർക്ക് അദ്ദേഹത്തിന് റൈറ്റ് ലെഗ് അധികം യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ബ്രംബോന്റെ ഈ ഒരു ലിവേഴ്സ് ആണ്, ബാക്ക് ബ്രേക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ലിവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു ഈ ഒരു ലിവറിന് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ആദ്യം വലിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് യൂസ് ചെയ്തപ്പോഴാണ് അതിന്റെ ആ ഒരു പെർഫോമൻസും അതിന്റെ പ്രിസിഷനും ബ്രേക്കിങ്ങിന്റെ പ്രിസിഷനും മനസ്സിലായത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനിൽ MotoGPയിലെ റൈഡറും ടീമും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ മെസ്സേജും കാര്യങ്ങളൊക്കെ LCD സ്ക്രീനിൽ കാണിക്കാറുണ്ട്. നിങ്ങൾ MotoGP ഇപ്പോൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ MotoGP റേസിന് സമയത്ത് തന്നെ നമുക്കും ആ ഒരു മെസ്സേജസ് കാണിക്കാറുണ്ട്. നമുക്കിപ്പോൾ F1 ഒക്കെ പറയുന്നത് പോലെ MotoGPയിലും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ കാണിക്കില്ല. സെർട്ടൻ ആയിട്ടുള്ള കുറച്ച് മെസ്സേജും കാര്യങ്ങളും മാത്രമാണ് കാണിക്കുക. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ റൈഡറിന്റെ കോൺഫിഡൻസ് അല്ലെങ്കിൽ റൈഡറിന്റെ കോൺസെൻട്രേഷൻ കറക്റ്റ് ആയിട്ട് പോവുകയും അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഓടിക്കുന്ന കോർണറും അതുപോലെ തന്നെ ട്രാക്കിനെ കുറിച്ചിട്ടുള്ള ആ ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ സെർട്ടൻ ആയിട്ടുള്ള ചെറിയ മെസ്സേജ് കാര്യങ്ങൾ മാത്രമാണ് കാണിക്കുകയുള്ളൂ. ഇനി അടുത്ത കാര്യം, എങ്ങനെയാണ് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത് സ്ലോ ആയിട്ടുള്ള ഒരു സ്പീഡിലല്ല. അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. സ്ലോ ആയിട്ടുള്ള സ്പീഡിലോ അല്ലെങ്കിൽ സ്റ്റേഷനറി നിൽക്കുന്ന സമയത്തോ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ലോഞ്ച് ചെയ്യാൻ പോവാണ്, ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മോട്ടോർ സൈക്കിളിന്റെ ബാക്ക് സസ്പെൻഷൻ താവുന്നത്, അതുപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷനും അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യുന്നത്, അതെല്ലാം സ്റ്റേഷനറി ആയിട്ട് അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്.
നിൽക്കുന്ന സമയത്ത് തന്നെ സിമ്പിൾ ആയിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാം. ലോഞ്ച് കൺട്രോളിലൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എബവ് 250 km/h അത്രയും അധികം സ്പീഡ് ഉള്ളപ്പോഴാണ് ഓരോ മാറ്റങ്ങളും, ഇപ്പോൾ ഈ ഓരോ ബട്ടന്റേതും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എക്സ്പീരിയൻസ് തന്നെയാണ് കീ. എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് മാത്രമാണ് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എത്ര സ്കിൽഫുൾ ആയിട്ടുള്ള റൈഡർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ റേസിംഗ് എന്ന് പറയുന്നത് എല്ലാത്തും ഇലക്ട്രോണിക്കലി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി റൈഡറിന്റെ മുൻപിലുള്ള ഈ ഒരു സ്ക്രീനിൽ എല്ലാ കാര്യങ്ങളും എല്ലാ റൈഡേഴ്സിനും കാണണമെന്ന് നിർബന്ധമില്ല. കാരണം അത് നോട്ടീസ് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ പല റൈഡേഴ്സും അതിനനുസരിച്ചിട്ടുള്ള കളേഴ്സാണ്, LED കളേഴ്സാണ് യൂസ് ചെയ്യുക. ഓരോ LED കളറിനും അതിൻ്റെതായിട്ടുള്ള ഓരോരോ നോട്ടിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും. അത് ഓരോ റൈഡറിനും ഓരോ മാനുഫാക്ചറിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഇതിലുള്ള ഏറ്റവും ആദ്യത്തെ ബട്ടൺ എൻജിൻ മാപ്പിംഗ് ബട്ടൺ. എൻജിന്റെ പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻജിൻ മാപ്പിംഗ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഇത് ചില സമയത്ത് ഓട്ടോമാറ്റിക്കലിയും ചെയ്യും. ഓട്ടോമാറ്റിക്കലി ബൈക്ക് തന്നെ ECM കൺട്രോൾ ചെയ്ത്, അതിൽ പല ടൈപ്പ് ഓഫ് സെൻസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ IMU യൂണിറ്റ് ഉണ്ട്. ഈ IMU യൂണിറ്റും ECM കൂടി കൺട്രോൾ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലിയും ചെയ്യും. അല്ലെങ്കിൽ ഒരു റൈഡർക്ക് തന്നെ അവരുടെ എൻജിൻ മാപ്പിംഗ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ എൻജിൻ മാപ്പിംഗ് ചെയ്യുന്നത് വഴി ത്രോട്ടിൽ റെസ്പോൺസിൽ അഡ്ജസ്റ്റ് വരും, പവർ റിഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ ബ്രേക്കിന്റെ കൺട്രോളും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ഫ്യൂവലിനെ കൺട്രോൾ ചെയ്യും, ബാക്ക് ടയറിലെ സ്ലൈഡിങ് ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ. കാരണം എത്രത്തോളം സ്ലൈഡ് ചെയ്യുന്നു അത്രത്തോളം ടയറിന്റെ ലൈഫും കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യത്തെ ബട്ടൺ, എൻജിൻ മാപ്പിംഗ് ബട്ടൺ. അടുത്ത ബട്ടന്റെ പേരാണ് ട്രാക്ഷൻ കൺട്രോൾ മാപ്പിംഗ്. ട്രാക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഇതിനും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാറ്റഗറീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് ട്രാക്ഷൻ കൂട്ടാൻ തന്നെയാണ്. ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് റൈഡർക്ക് ട്രാക്ഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബട്ടൺ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് റെയിൻ അല്ലെങ്കിൽ വെറ്റ് ആയിട്ടുള്ള ട്രാക്കിലാണ് ഈ ഒരു ബട്ടൺ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് യൂസ് ചെയ്യില്ല എന്നല്ല, അതിലും ലെവലുകളുണ്ട്, A-B-C. ഈ പറയുന്ന എല്ലാ സ്വിച്ചിനും ഓരോ ലെവലുകളുണ്ട്. A എന്ന് പറയുന്ന സെലക്ടർ ഏറ്റവും അഗ്രസീവ് ആയിരിക്കും, B എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ച് കുറവ്, C എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ച് കുറവ്. അങ്ങനെ ഈ പറയുന്ന ഓരോ ബട്ടനും A-B-C എന്ന് പറയുന്ന സെലക്ടർ ഉണ്ടായിരിക്കും. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ടയറിനും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രാക്ഷന്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യും. അത് ഓരോ റൈഡറും അവർക്ക് എത്രത്തോളം ഫീഡ്ബാക്ക് ലഭിക്കുന്നു, ആ ഒരു ട്രാക്കിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. കാരണം ഇപ്പോൾ ചില സമയത്ത് സ്ലൈഡിങ് ഭയങ്കര ഓവറായിട്ട് വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് വൊബിളിങ്ങോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഹൈ സൈഡോ ലോ സൈഡോ വരാനായിട്ട് ചാൻസ് നിൽക്കും. അപ്പോൾ ആ ഒരു ചാൻസ് മനസ്സിലാക്കി, അതാണ് ഒരു റൈഡർ എന്ന് പറയുന്നത്. റൈഡർക്ക് ഇതെല്ലാം മനസ്സിലാവണം. എന്തൊക്കെയാണ് വെറുതെ ഒരു ബൈക്ക് ഓടിക്കുക എന്നല്ല റേസിംഗ് എന്ന് പറയുന്നത്. ടോട്ടലി മെക്കാനിക്കലി ആണെങ്കിലും അതുപോലെ തന്നെ ഒരു ട്രാക്കിന്റെ കണ്ടീഷനും ഒരു ബൈക്കിന്റെ കണ്ടീഷനും കറക്റ്റായിട്ട് മനസ്സിലായാൽ മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു റേസ് ഓടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 1000cc അല്ലെങ്കിൽ 600cc ആയിട്ടുള്ള മോട്ടോർ സൈക്കിള് കുറച്ചും കൂടിയും പവർഫുൾ ആണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ടയർ വെയറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് റേസിംഗ്, പ്രത്യേകിച്ച് MotoGP, WSBK ഒക്കെ കുറച്ചും കൂടിയും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഫീഡ്ബാക്ക് എടുത്ത് ഓടിക്കേണ്ട റേസുകളാണ്. അടുത്ത ബട്ടൺ എന്ന് പറയുന്നത് ആന്റി വീലി അല്ലെങ്കിൽ ലോഞ്ച് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ആന്റി വീലി എന്ന് പറയുന്നത് വീലി ഒഴിവാക്കാനും അതുപോലെ തന്നെ ലോഞ്ച് കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെയാണ് ഈ ഒരു വീലിയും കാര്യങ്ങളും ഒഴിവാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അടുത്ത ബട്ടൺ എന്ന് പറയുന്നത്. ഈ ഒരു ബട്ടണിലും A-B-C എന്ന് പറയുന്ന സെലക്ടർ ഉണ്ടായിരിക്കും. ഈ ഒരു ബട്ടൺ വഴി എന്തൊക്കെയാണ് എഞ്ചിൻ സംഭവിക്കുക, എഞ്ചിന്റെ പവർ ആണ് ടോട്ടലി ഒന്ന് കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ച് ഫ്രണ്ടിലെ വീലിന്റെ ലിഫ്റ്റ് മനസ്സിലാക്കിയിട്ട് എത്രത്തോളം ഫ്രണ്ട് വീൽ ലിഫ്റ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് മനസ്സിലാക്കി കറക്റ്റായി ഫീഡ്ബാക്ക് കൊടുത്ത് എഞ്ചിന്റെ പവറിനെ കട്ട് ചെയ്യും. അതുപോലെ തന്നെ ബ്രേക്കിനെ കൺട്രോൾ ചെയ്യും. അങ്ങനെയാണ് വീലി കൺട്രോൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഗേജ് നമുക്ക് ഫ്രണ്ടിലെ സസ്പെൻഷനിൽ കാണാനായിട്ട് സാധിക്കും. ഒരു ചെറിയൊരു ട്യൂബ് പോലെയുള്ള ഒരു ഗേജ്, ആ ഒരു ഗേജ് ആണ് ഈ ഒരു ലിഫ്റ്റിന് മനസ്സിലാക്കുന്നത്. ഏകദേശം ഗേജ് അല്ല, ഇറ്റ്സ് എ സെൻസർ. അതൊരു സെൻസറാണ്. ആ ഒരു സെൻസർ വഴിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബട്ടൺ വഴി സസ്പെൻഷൻ സെറ്റിംഗും മാറ്റം വരും. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ലോഞ്ചിങ്ങിന്റെ സമയത്ത് ബാക്കിൽ സസ്പെൻഷനൊക്കെ താവുന്നതും ഡാമ്പിങ്ങിൽ ചേഞ്ചസ് വരുത്തുന്നതും ഈ ഒരു ബട്ടന്റെ കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആന്റി വീലി അല്ലെങ്കിൽ ലോഞ്ച് കൺട്രോൾ ബട്ടൺ കൊണ്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ബട്ടൺ എന്ന് പറയുന്നത് ഫ്യൂൽ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ ആണ്. ഈ ഒരു ബട്ടൺ ആണ് നമ്മുടെ ഫ്യൂവലിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഫ്യൂവലിന്റെ ലെവൽ കാണിച്ച് ഫ്യൂവലിനെ കൺട്രോൾ ചെയ്യിപ്പിക്കും. ത്രോട്ടിൽ ഓപ്പണിങ് അതുപോലെ തന്നെ എഞ്ചിന് വരുന്ന പവറിനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഫ്യൂവലിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി അടുത്ത ബട്ടൺ എന്ന് പറയുന്നത് പിറ്റ് ലിമിറ്റർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ആണ്. ഇത് നമ്മുടെ പിറ്റിന്റെ ഉള്ളിൽ പിറ്റ് ക്രൂ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലവും പിറ്റ് ലൈനിന്റെ ഉള്ളിലും ഒരു സെർട്ടൈൻ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു 60 km/h ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പീഡിന് മുകളിലോട്ട് പിന്നെ ബൈക്ക് പോകില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ബൈക്ക് ഭയങ്കര ഒരു ഐഡിയൽ സ്പീഡിൽ ബബ്ബ എന്ന് പറഞ്ഞിട്ട് സ്പീഡിൽ അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിലായിരിക്കും ബൈക്ക് പിറ്റ് ലിമിറ്ററിൽ ഓടുക. ആ ഒരു ലിമിറ്റിന് മുകളിൽ എക്സീഡ് ചെയ്ത് പോകാനായിട്ട് ബൈക്കിന് സാധിക്കില്ല. അതാണ് പിറ്റ് ലിമിറ്റർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ. ഇനി ഈ പിറ്റ് ലിമിറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു പിറ്റ് ലിമിറ്റർ യൂസ് ചെയ്തില്ല, ഓവർ സ്പീഡ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, പെനാൽറ്റി കിട്ടും. അത് തന്നെയാണ് കാര്യം.
ഇനി ഡിപ്പെൻഡിങ് ഓൺ ദ മാനുഫാക്ചേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഓരോ ബട്ടനും ഓരോ ടൈപ്പ് ഓഫ് കളേഴ്സ് ആണെന്നുള്ളത്. അതിപ്പോൾ ഞാൻ പറയാനായിട്ട് പോകുന്നത് ഡുക്കാറ്റിയുടെ കളറിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഡുക്കാറ്റി യൂസ് ചെയ്ത ബട്ടന്റെ കളേഴ്സിനെ കുറിച്ചാണ്. അതിൽ യെല്ലോ ഫ്യൂൽ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്, ബ്ലൂ എന്ന് പറയുന്നത് ലോഞ്ച് കൺട്രോളും പ്ലസ് അല്ലെങ്കിൽ ട്രാക്ഷൻ കൺട്രോളിനായിരിക്കും, റെഡ് എന്ന് പറയുന്നത് എഞ്ചിൻ മാപ്പിങ്ങിനായിരിക്കും, ഗ്രീൻ എന്ന് പറയുന്നത് എഞ്ചിൻ ബ്രേക്സിന് വേണ്ടിയിട്ട്, പിന്നെ വൈറ്റ് ഓർ ബ്ലാക്ക് എന്ന് പറയുന്നത് പിറ്റ് ലിമിറ്റിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ കളേഴ്സ് എന്ന് പറയുന്നത്. അത് ഓരോ മാനുഫാക്ചറിനും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത്രയധികം ബട്ടനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇതിൽ സെൽഫ് സ്റ്റാർട്ട് ഇല്ലേ എന്ന് ചോദിക്കരുത്, കാരണം ഇതിൽ സെൽഫ് സ്റ്റാർട്ട് ഇല്ല. പ്രൊട്ടോടൈപ്പ് ആയിട്ടുള്ള റേസിംഗിൽ WSPയിലൊക്കെ സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്, പക്ഷേ MotoGPയിലെ നമ്മൾ സെൽഫ് സ്റ്റാർട്ട് യൂസ് ചെയ്യില്ല. അതിന് പകരം മുൻപ് യൂസ് ചെയ്തിരുന്നത് സ്റ്റാർട്ടർ ബ്ലോക്ക് അല്ലെങ്കിൽ റോളർ സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു. ഏകദേശം പെഡോക്ക് പോലെ തന്നെ നമ്മൾ ആ ഒരു പെഡോക്കിന്റെ മുകളിൽ ബൈക്ക് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് ടയർ റോൾ ചെയ്യിക്കുകയും ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ ഇട്ടിട്ട് ക്ലച്ച് വിടുകയും ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യും. അതായിരുന്നു ടെക്നോളജി. പക്ഷെ അതിൽ നിന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ക്രാങ്ക് ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏകദേശം നമ്മുടെ ഒരു ന്യൂമാറ്റിക് ഗൺ പോലെ ഇരിക്കും. ആ ഒരു ഗണ്ണ് കൊണ്ട് ക്രാങ്ക് ഷാഫ്റ്റിൽ കണക്ട് ചെയ്തതിനു ശേഷം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാ കമ്പനീസും ഇപ്പോൾ അങ്ങനെയാണ്. ആ ഒരു റോളർ സ്റ്റാർട്ടറിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ പുതിയ ടെക്നോളജിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കുറച്ചുകൂടി സിമ്പിൾ ആണ്. ബൈക്ക് പെഡോക്കിൽ വെക്കാതെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ചും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ ഒരു മെഷീന് പറയുന്ന പേര് ക്രാങ്ക് ഷാഫ്റ്റ് സ്റ്റാർട്ടർ മെഷീൻ എന്നാണ്. ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ MotoGPയിലുള്ള മെഷീൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് MotoGPയിൽ യൂസ് ചെയ്യുന്ന ബട്ടൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റോ സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള വീഡിയോസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാओ.